വാർത്തകളിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂറിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടലുണ്ടെന്ന കോൺഗ്രസിന്റെ വാദങ്ങൾ പാടെ തള്ളി ശശി തരൂർ എം പി. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ ധാരണയിൽ അമേരിക്ക ഇടപെട്ടിട്ടില്ലെന്നും കനത്ത പ്രഹരമേറ്റതോടെ കേണപേക്ഷിച്ചാണ് പാകിസ്ഥാൻ കീഴടങ്ങിയതെന്നും തരൂർ വ്യക്തമാക്കി. ആരോപണങ്ങൾക്ക് ചുട്ട മറുപടി ലഭിച്ചതോടെ വീട്ടിലായിരിക്കുകയാണ് രാഹുലും കോൺഗ്രസും. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകാൻ. ജിഷ്ണു, കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ശശി തരൂർ. ഒപ്പം ഓപ്പറേഷൻ സിന്ദൂർ അത് മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നും തരൂർ പറയുന്നുണ്ടല്ലേ? നിഖിൽ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ശശി തരൂരിന്റെ പ്രസ്താവനകളും പ്രതികരണങ്ങളും കോൺഗ്രസ് നേതൃത്വത്തെ, പ്രത്യേകിച്ച് രാഹുൽ ഉൾപ്പെടെയുള്ള ദേശീയ നേതൃത്വത്തെ പോലും വെട്ടിലാക്കുന്നതും പ്രതിസന്ധിയിലാക്കുന്നതുമാണ്. ഏറ്റവും ഒടുവിൽ പുതിയ ലേഖനത്തിൽ ശശി തരൂർ എം പി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ ധാരണയിൽ മൂന്നാമതൊരാളുടെയും അമേരിക്കയുടെയും ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന വ്യക്തമായിട്ടുള്ള പ്രതികരണമാണ് ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിന് ഈ ഒരു പ്രതികരണത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാർലമെന്റിനകത്തും പുറത്തും രാഹുൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ചുന്നയിക്കുന്ന ചോദ്യങ്ങളും വാദങ്ങളും ഈ പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ ധാരണയിലേക്ക് ഭാരതം എത്തിയത് അമേരിക്കയുടെ ഇടപെടലാണ്, ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് അന്ന് വെടിനിർത്തൽ ധാരണയിൽ എത്തിയത് എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ വാദിക്കുകയും, ഒപ്പം ഭോപ്പാലിൽ നടന്നൊരു പൊതുപരിപാടിയിൽ രാഹുൽ, പ്രതിപക്ഷ നേതാവ് എന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന രാഹുൽ പ്രസംഗിച്ചത് ട്രംപ് വിളിച്ച ഉടൻ ഭാരതം പാകിസ്ഥാന് മുൻപിൽ കീഴടങ്ങിയെന്ന നിരുത്തരവാദിത്തപരമായ, രാജ്യത്തെ അപമാനിക്കുന്ന പ്രസ്താവന രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ രാഹുലിന്റെ അതേ പാർട്ടിയിലുള്ള ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ള സർവകക്ഷി സംഘത്തിൽ അംഗമായിരുന്ന എം പി ആണ് ഇപ്പോൾ പുതിയ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയത് പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ ധാരണയിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല. ട്രംപ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു വല്യമ്മാവൻ ചമയുകയാണ് എന്ന ധാരണ കൃത്യമായി ഭാരതത്തിനുണ്ട്. അതിനനുസൃതമായാണ് നയതന്ത്ര ബന്ധത്തിലും ഭാരതം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയുടെ ഇടപെടൽ പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ ധാരണയിൽ ഉണ്ടായിട്ടില്ല എന്ന് ശശി തരൂർ എം പി തന്നെ തുറന്നു പറയുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ശശി തരൂർ നടത്തുന്ന പ്രതികരണങ്ങളിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്, പ്രത്യേകിച്ച് സോണിയ ഉൾപ്പെടെയുള്ള ദേശീയ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ആദ്യഘട്ടങ്ങളിൽ തരൂരിന്റെ പ്രതികരണത്തിന്മേൽ മറ്റ് നേതാക്കൾ പരസ്യ പ്രസ്താവനകൾ നടത്തേണ്ടതില്ല, അതിൽ നിന്ന് അങ്ങ് ഒഴിഞ്ഞു മാറിയാൽ മതി എന്നൊരു നിലപാടായിരുന്നു ദേശീയ നേതൃത്വം സ്വീകരിച്ചതെങ്കിൽ തുടർച്ചയായി നരേന്ദ്രമോദി സർക്കാരിന്റെ ദേശീയ നിലപാടുകളെയും മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും പ്രശംസിച്ചുകൊണ്ടും ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിന്റെയും പ്രതിപക്ഷ വാദങ്ങളുടെയും മുനയൊടിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തിയതോടെ വലിയ അതൃപ്തി നിലവിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് തരൂരിനോടുണ്ട്. തരൂരിനെ പുറത്താക്കാനും പൂർണ്ണമായും ഉൾക്കൊള്ളാനും സാധിക്കാത്ത ഒരവസ്ഥയിലാണ് നിലവിൽ കോൺഗ്രസ് നേതൃത്വമുള്ളത്. അതിനിടയിലാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദമായിട്ടുള്ള പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ ധാരണയിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന വാദം തള്ളുകയും കനത്ത പ്രഹരമേറ്റതിന് പിറകെയാണ് പാകിസ്ഥാൻ ഭാരതത്തിന് മുൻപിൽ കീഴടങ്ങിയത് എന്ന പ്രതികരണവും ശശി തരൂർ നടത്തിയത്. നിഖിൽ. ശരി ജിഷ്ണു, ഓപ്പറേഷൻ സിന്ദൂറിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടലുണ്ടെന്ന കോൺഗ്രസിന്റെ വാദങ്ങൾ പാടെ തള്ളി ശശി തരൂർ എം പി. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ ധാരണയിൽ അമേരിക്ക ഇടപെട്ടില്ലെന്നും കനത്ത പ്രഹരമേറ്റതോടെ കേണപേക്ഷിച്ചാണ് പാകിസ്ഥാൻ കീഴടങ്ങിയതെന്നും തരൂർ വ്യക്തമാക്കി. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.